തിയേറ്റർ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്? ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി കാണുമ്പോൾ അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മ്യൂസിക്. അടിപൊളി പടം, ഫാമിലി കണ്ടിരിക്കേണ്ട പടമാണ്. സൂപ്പർ സൂപ്പർ കലക്കി സൂപ്പറായിരുന്നു. കലക്കി സൂപ്പറായിരുന്നു. നല്ല ആപ്റ്റായിരുന്നു. ഇത് പണ്ട് ശരിക്കും നടന്ന ഒരു സംഭവമല്ലേ? ആയിരിക്കും അല്ലേ? ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ? നന്നായിരുന്നു, നല്ലതായിരുന്നു. ഇപ്പോൾ പത്മകുമാർ എന്ന് പറഞ്ഞ പഴയ ഡയറക്ടറാണ്, നമ്മുടെ ഇഷ്ടം പോലെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതെ. ജോസഫ് ഒക്കെ ചെയ്തതാണ്. പോലീസ് കഥാപാത്രമൊക്കെ വരുമ്പോൾ കണ്ടിരിക്കാൻ നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇഷ്ടമായി. നന്നായി വളരെ അവിശ്വസനീയമായിട്ട് ഒന്നുമില്ല, എല്ലാം വിശ്വസിക്കാത്ത വിധത്തിൽ നന്നായിട്ട് കൊണ്ടുപോയിട്ട് നല്ല പെർഫോമൻസ് നന്നായിട്ട് എല്ലാവരുടെയും, ആരും കുറ്റം പറയാനില്ല, വളരെ നന്നായി. ക്ലൈമാക്സിൽ ഒരു അരമണിക്കൂർ ഞെട്ടിക്കുന്ന സംഭവം ഈ സിനിമയിൽ. അതെ, അതൊരു സസ്പെൻസ് ഉണ്ടായിരുന്നു, അത് സംഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫിലിം നന്നായിരുന്നു. ഒരു കൈൻഡ് ഓഫ് റോഷനെ നമ്മൾ കണ്ടത്. ദെൻ ശ്രുതി ഡിഫറെൻറ്റ് ഗെറ്റപ്പിലായിരുന്നു. എല്ലാം ഓൾ ടുഗദർ നല്ലതായിരുന്നു. നല്ല സങ്കടമായോ? ഷീ ഈസ് വെരി മീനു എന്നൊരു ക്യാരക്ടർ ഉണ്ട്, കുഞ്ഞുകുട്ടി. അത് ഭയങ്കര ഇമോഷണൽ ആക്കി കളഞ്ഞു എല്ലാവരെയും. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച ഒരു ത്രില്ലിംഗ് അല്ലെങ്കിൽ ഇടിയുംപടി. അവരുടെ ഡെഡിക്കേഷൻ, റോഷൻ മാത്യുവിൻ്റെ പെർഫോമൻസ്, പിന്നെ ശ്രുതിയുടെ പെർഫോമൻസ്, എല്ലാം കാസ്റ്റ് ആൻഡ് ക്രൂ ആൻഡ് മ്യൂസിക് എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന മൂവിയാണ്, കുട്ടികളും കാണേണ്ട മൂവിയാണ്, എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന മൂവിയാണ്. നല്ല പടമായിരുന്നു. ത്രില്ലറിൻ്റെ ഒരു ഇതായിട്ട് തോന്നിയില്ല എനിക്ക്. ത്രില്ലർ, കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് സൂപ്പർ. കാണണം മാതാപിതാക്കൾ കാണണം. ഇത് കൊച്ചുങ്ങളെ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ അവരെ അങ്ങനെ കരച്ചിടണം എന്നുള്ളത്. എന്തോ കറക്റ്റ്. പക്ഷെ എനിക്ക് പടം കാണുമ്പോൾ അറിയണ്ടായിരുന്നില്ല. കഴിഞ്ഞിട്ട് പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്കറിയത് അത് യെസ്, അത് നമ്മളെ എന്നെ സംബന്ധിച്ചോളം ഒന്ന് നമ്മളതിനോട് പിടുത്തിയിരുത്തും. വാട്ട് ഈസ് കമ്മിങ് നെക്സ്റ്റ് എന്നുള്ളത്.